ചേർന്ന് സ്വതന്ത്രനെ പ്രസിഡൻ്റാക്കി. അപ്പോൾ ഇത് കോൺഗ്രസ് BJP സഖ്യത്തിൻ്റെ ഉദാഹരണം എന്നാണ് CPM നേതാക്കൾ പ്രതികരിക്കുന്നത്. അത് അവിടെ സ്വതന്ത്രനെ പ്രസിഡൻ്റാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മാർക്സിസ്റ്റ് വിരുദ്ധ വികാരം അവിടെ പ്രകടിപ്പിക്കപ്പെട്ടുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരും ഒരു പാർട്ടിയിലും ചേർന്നിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലങ്ങളിലും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ BJP ഭരണത്തിലിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് അവർ സഖ്യം കൂടിയിട്ടുണ്ട്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആ പഞ്ചായത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ് ജനങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ജനപ്രതിനിധികളും പെരുമാറുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ ന്യൂസിലാണ് കണ്ടത്, ഇന്നലെ യാത്രയിലായിരുന്നു. അപ്പോൾ അത്രയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ തന്നെയാണ് അവിടെ രാജിവെച്ചിരിക്കുന്നത്. അവരൊരു പാർട്ടിയിലും ചേർന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ അർത്ഥം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ജനങ്ങളോട് പറയുന്നതിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നതിലുള്ള ഒരു പ്രതിഷേധമായിരിക്കും അവിടെ. അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് തിരുവനന്തപുരത്ത് MLAയോട്, വട്ടിയൂർക്കാവ് MLAയോട് ഓഫീസ് ഒഴിഞ്ഞു തരണമെന്ന് അവിടെ കൗൺസിലറായിട്ടുള്ള BJP നേതാവ് ശ്രീലേഖ ആവശ്യപ്പെട്ടായിട്ടുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ MLA ആയിരിക്കുന്ന ആളോട് കൗൺസിലർക്ക് വേണ്ടി കൗൺസിലറുടെ അവരവിടെ പത്രസമ്മേളനം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ശ്രീലേഖ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അത് കാണിക്കുന്നുമുണ്ട്, മീഡിയ കാണിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാനതിനെപ്പറ്റി വിശദീകരിക്കേണ്ട കാര്യമല്ല. MLAയുടെ മുറിയിൽ കൂടെ കയറിയിട്ട് കൗൺസിലറുടെ മുറിയിലേക്ക് പോകണം. പ്രത്യേകിച്ചൊരു വനിതയാണ്. അതിന് അവരുടേതായിട്ടുള്ള സ്ത്രീകളെ മാനിക്കുന്ന ഒരു സമൂഹമാണല്ലോ നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്കെതിരായിട്ട് നിങ്ങളും ഒന്നും അധികം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു MLAയുടെ മുറിയിൽ കൂടെ ഒരു കൗൺസിലർ കയറിയിട്ട് കൗൺസിലറുടെ മുറിയിലേക്ക് പോകണം എന്ന് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ബാധിക്കുന്ന മാധ്യമങ്ങൾ അത് സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവരുടേതായിട്ടുള്ള രീതിയിൽ വിടുക, അതല്ലേ നല്ലത്. അത് മനസ്സിലായി. അതെന്താ സംഭവം? മനസ്സിലായില്ലേ? നിങ്ങൾ കണ്ടോ? അത് കണ്ടോ? എന്ത് കണ്ടു? എന്താ കണ്ടു? അതല്ലല്ല, നിങ്ങൾ ആ മുറിയൊക്കെ കണ്ടോ? എന്നാ പിന്നെ നിങ്ങളെന്തിനാ എന്നോട് ചോദിക്കുന്നത്? അറിയാൻ മേലാത്ത കാര്യം ചോദിക്കും. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? അതല്ല പറഞ്ഞത്. ആ സ്ത്രീക്ക് അവിടെ കയറിപ്പോകാനുള്ള സൗകര്യം ഉണ്ടോ? ഒരു മുറി എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു MLAയുടെ മുറിയിൽ കൂടെ കയറിയിട്ട് ഒരു സ്ത്രീ എന്നിട്ട് ഫയൽ വെക്കുന്നത് ബാത്റൂമിൽ. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞ എല്ലാം സമ്മതിച്ചു, നിങ്ങൾ പറയുന്നതാണ് ശരി, തീർന്നില്ല, ആ വിഷയം തീർന്നില്ല. നിങ്ങൾ തന്നെയാണ് ഏറ്റെടുത്തത്. നിങ്ങൾ സ്ത്രീവിരുദ്ധമായിട്ടാണ് സംസാരിച്ചത്. അല്ല, ഞാനിത് പറയുന്നു. ഞാൻ അനാവശ്യമല്ല പറഞ്ഞത്. ഈ മാധ്യമങ്ങൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന മാധ്യമങ്ങൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന മാധ്യമങ്ങൾ സ്ത്രീവിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ പറയുന്നു. എൻ്റെ വാക്ക്, എൻ്റെ അഭിപ്രായം അതാണ്. എന്റെ വാക്ക്, എന്റെ അഭിപ്രായം, നിങ്ങൾ സ്ത്രീവിരുദ്ധമായിട്ടുള്ള സമീപനമാണ് എടുക്കുന്നത്. അതുകൊണ്ട് അത് തീർന്നു. അല്ലെന്നേ, അതാണെന്നേ എന്റെ അഭിപ്രായം. അതല്ലേ നിങ്ങളത് മാനിക്കണ്ടേ? അതായത് നിങ്ങൾ ആ നിലപാടാണ് എടുക്കുന്നത്. കാരണം ജനങ്ങളത് കാണട്ടെ. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. എൻ്റെ അഭിപ്രായം ഇതാണ് നിങ്ങളുടെ ആവശ്യം. അങ്ങനെ വേറെ വല്ലതും ചോദിക്കാനുണ്ടോ? ഈ ക്രിസ്മസ് സമയത്ത് ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ആഘോഷങ്ങൾക്ക് നേരെ, ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയൊക്കെ അതിക്രമങ്ങൾ ഉണ്ടായാലും പലയിടത്തും കേസെടുത്തിട്ട് പോലുമില്ല. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ രാജ്യത്ത് തുടരുന്നത്? കേസെടുത്തില്ല. എവിടെയാണ് കേസെടുക്കാത്തത്? കേരളത്തിൽ കേസെടുത്തിട്ടില്ല. വേറെ എവിടെയാണ് കേസെടുക്കാത്തത്? ഏതെങ്കിലും ഒരെണ്ണം ചൂണ്ടിക്കാണിക്കൂ. ഞാൻ എല്ലാം ഫോളോ അപ്പ് ചെയ്താണ്. എവിടെയാണ് കേസെടുക്കാത്തതെന്ന് ചൂണ്ടിക്കാണിക്കും, എടുപ്പിക്കാം. അതെവിടെയാ? എന്ത് കേസാണ്? അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞല്ലോ, ശക്തമായിട്ടുള്ള നടപടി എടുക്കണം, ഇനി ആവർത്തിക്കാത്ത രീതിയിൽ ചെയ്യണം എന്ന് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അതല്ലല്ല, നടപടിയെടുക്കണമെന്നാണ് പറഞ്ഞത്. നടപടിയെടുക്കണം. നമ്മൾ 140 കോടി ജനങ്ങളുള്ള രാജ്യമാണ്, ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളുള്ള സ്ഥലങ്ങളാണ്, അവിടെയെല്ലാം തന്നെ. പക്ഷേ കേരളത്തിൽ നമ്മുടെ ആലപ്പുഴയിൽ ഒരു സംഭവം ഉണ്ടായി.
അവിടെ ആക്രമിച്ചല്ലോ, സ്ത്രീകളെ ആക്രമിച്ചല്ലോ, കണ്ടില്ലേ? നിങ്ങളൊക്കെ കണ്ടല്ലോ. അവിടെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരല്ലായിരുന്നു. എന്തുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ന്യൂസ് കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് ആറ്റിച്ചാൽ അച്ഛനെ ആ പള്ളിക്കകത്ത് കയറി ആക്രമിച്ച് നടുവടിഞ്ഞപ്പോൾ ഈ മാധ്യമങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്തില്ല? പാലാ മെത്രാനെതിരെ നടപടി ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഈ മാധ്യമങ്ങൾ മെത്രാനെതിരെ നിന്നു? എന്തുകൊണ്ട് മുനമ്പത്ത് BJP ഇടപെട്ടപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കെതിരെ ഈ മാധ്യമങ്ങൾ നിന്നു? അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്ലല്ല, മുനമ്പത്ത് മിക്കവാറും മാധ്യമങ്ങൾ മുനമ്പത്തെ ജനങ്ങൾക്ക് എതിരായിരുന്നു. അല്ല, ഞാൻ എടുത്തു കാണിക്കാം. പല മാധ്യമങ്ങളും ഞാൻ എടുത്തു കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മറച്ചു വെക്കുന്നു, എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കുന്നു. അതുകൂടാതെ ചെറിയ കാര്യങ്ങൾ, ഉത്തരേന്ത്യയിലുണ്ടായ ചെറിയ കാര്യങ്ങൾ, ആലപ്പുഴയിലെ ചാരുമൂട്ടിലെ കാര്യം എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ല? എല്ലാ വാർത്തകളും എല്ലായിടത്തും കാണിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? നിങ്ങൾ മലയാളം ചാനലല്ലേ? ഞങ്ങൾ ജോലി ചെയ്യുന്നത് ഡൽഹിയിലാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അബദ്ധം പറ്റിയത്. തിരുവനന്തപുരത്തെ അറിയാൻ മേലാത്ത കാര്യം ചോദിക്കുന്നു. അതാണ് ചോദിക്കുന്നത്. എന്നോട് ആദ്യം ചോദിച്ചത് തിരുവനന്തപുരത്തെ അറിയാൻ മേലാത്ത കാര്യം ചോദിച്ചു. പ്രശ്നമുണ്ട്, എന്താണ് അതിൽ അഭിപ്രായം എന്നാ ചോദിച്ചത്? അല്ല, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നല്ലേ പറഞ്ഞു? എല്ലാം അറിയാം. നമ്മൾ മന്ത്രിയെ പോലെയല്ലോ എല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ എണ്ണി പറയുന്നു, നിങ്ങൾ ആറ്റിച്ചാൽ അച്ഛനെ ആക്രമിച്ചത് ഏതെങ്കിലും ചാനൽ കാണിച്ചിട്ടുണ്ടോ? പൂഞ്ഞാറിലെ ആറ്റിച്ചാൽ അച്ഛനെ പള്ളിയിൽ കയറി ആക്രമിച്ച് നടുവൊടിച്ചത് ഏതെങ്കിലും ഒരു ചാനൽ എന്നെ കാണിക്കാവോ? നിങ്ങൾ കാണിക്കൂ. നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയാം. അല്ല, ഉത്തരേന്ത്യ, കേരളത്തിലെ കാര്യം പറയാം. ഈ അവിടുത്തെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് ഈ സുഹൃത്ത് പറഞ്ഞ തെറ്റല്ലായിരുന്നോ? അത് പിന്നെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആറ്റുചാൽ അച്ഛൻ്റെ അത് പോട്ടെ. ഇത് പറ. അല്ല, ആദ്യം കേരളത്തിലെ പറയണം. പാലക്കാട് കരോൾ നടത്തി ആൾക്കാർക്ക് നേരെ ആക്രമിച്ചു. അതുകൊണ്ട് ഞാൻ കേരള മാധ്യമങ്ങളോട് മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ നമ്മുടെ യൂണിഫോം കാര്യം ഉണ്ടായില്ലേ കൊച്ചിയിൽ? നിങ്ങളാരുടെ കൂടെയായിരുന്നു? നിങ്ങൾ കന്യാസ്ത്രീകൾക്ക് എതിരായിരുന്നു. ഞങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ആയിരുന്നു. നിങ്ങളുടെ വാർത്തകളുടെ ട്രസ്റ്റ് എന്ന് പറയുന്നത് എതിരായിരുന്നു. പാലാ ബിഷപ്പിന്റെ കാര്യത്തില് നിങ്ങൾ ബിഷപ്പിനെതിരായിരുന്നു. അല്ലല്ല, ആ ബിഷപ്പിന്റെ കേസ് പിൻവലിച്ചിട്ടില്ല. ഈ ചാനല് ചാരുമൂട്ടിലെ ആ അക്രമികളുടെ കൂടെയാണെന്ന് ഞാൻ പറയുന്നു. നിങ്ങളുടെ ചാനല് ചാരുമൂട്ടിലെ കാര്യം ചോദിക്കൂ. അതായത് മലയാളികളോട് നിങ്ങൾ എത്ര ബഹളം വെച്ചാലും ഞാൻ എണ്ണി പറയാം. ഉന്നയിച്ചാലും നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ചോദിച്ചോ, അതിനെന്താ കുഴപ്പം? ഞാൻ പോകുന്നില്ല സുഹൃത്തെ. നിങ്ങളാണ് കുഴപ്പിച്ചത്. അറിയാൻ മേലാത്ത കാര്യത്തെ പറ്റി ഇത് മാതൃഭൂമിക്ക് പറ്റിയ തെറ്റാണ്. അതാണ് ഈ കുഴപ്പം. അറിയാൻ മേലാത്ത കാര്യം ചോദിക്കരുത്. ചാരുമൂടിലെ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് അറിയത്തില്ല. ആറ്റുചാൽ അച്ഛനെ ആക്രമിച്ച് അറിയത്തില്ല. ആലുവയിലെ കന്യാസ്ത്രീ ആശ്രമത്തിൻ്റെ മതിൽ പൊളിച്ചത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു ചാനലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാണിക്കൂ.
നമുക്ക് സംവാദമാകാം. സംവാദം മിനിസ്റ്റർക്ക് ഏത് അർത്ഥത്തിലാണ് ഈ കാര്യത്തിൽ മുൻപത്തെ ജനതയ്ക്കെതിരാണ് മാധ്യമങ്ങളിൽ നിന്ന് ഏത് അർത്ഥത്തിലാണ് മിനിസ്റ്റർ പറഞ്ഞത്? നിങ്ങളെങ്ങനെയായിരുന്നു ഉദാഹരണം സഹിതം ചൂണ്ടിക്കാണിക്കുക. നിങ്ങളെങ്ങനെയായിരുന്നു മുൻപത്തെ ജനതയ്ക്കെതിരെ അല്ല 24 എത്ര റിപ്പോർട്ടുകളുണ്ട്? 24 യൂട്യൂബ് ചാനലുകൾ ഈ സുരേഷ് ഗോപി അവിടെ പോയി ഇരിക്കുന്നിടം വരെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സുരേഷ് ഗോപി ജനങ്ങളുടെ ഏത് ജനകീയ സുരേഷ് ഗോപി അവിടെ പോയതിന് ശേഷമാണ് റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് ജനങ്ങളുടെ അതുകൊണ്ട് ഏതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത്? നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മന്ത്രി പറയുന്നത് തെറ്റാണ്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആറ്റുചാലച്ചൻ ആലുവായിലെ കന്യാസ്ത്രീകളുടെ മതിൽ പൊളിച്ച കാര്യം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിങ്ങളുടെ മുതലാളിമാരോട് ചോദിക്കുക എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല. മുതലാളിമാരല്ല വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്, മാധ്യമ പ്രവർത്തകർ. അല്ല നിങ്ങൾ അവർ പറയുന്ന പോലെയാണല്ലോ ചെയ്യുന്നത്. അല്ലല്ല, അങ്ങനെയല്ല. അല്ലെങ്കിൽ കുഴപ്പം. അല്ലെങ്കിൽ നമസ്തേ, സന്തോഷം. മുതലാളിമാർ പറയുന്ന പോലെ നമ്മൾ വാർത്ത അങ്ങനെ കൊടുക്കുക. മിനിസ്റ്റർ ആയിരിക്കും ചിലപ്പോൾ എഴുതി തന്ന കാര്യങ്ങൾ അവിടെ നിന്ന് പറയുന്നത്. മിനിസ്റ്റർ ന്യൂനപക്ഷകാര്യ സഹമന്ത്രിയാണല്ലോ. അപ്പോൾ ഒരു ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് നടന്നത്. ആ സമയത്താണ് രാജ്യത്തുടനീളം ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായത്. അപ്പോൾ ഈ മാധ്യമ വിമർശനത്തിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ ക്രൈസ്തവർക്ക് സുരക്ഷ ഉറപ്പാക്കാനുള്ളൊരു അങ്ങനെ ഒരു ഉറപ്പ് സർക്കാരിന് എന്തുകൊണ്ടാണ് ഇതുവരെ നൽകാനായത്? ഞാൻ എവിടെയെങ്കിലും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് നോർത്ത് ഇന്ത്യയിൽ നടന്ന ഏതെങ്കിലും സ്ഥലത്ത് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല എന്നവർ പറയട്ടെ. എൻ്റെ പണി അതല്ലേ, ഞാൻ ചെയ്യുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ക്രിസ്മസ് ദിവസം അവധി റദ്ദാക്കി. അതായത് ഈ പോലീസ് കേസ് എടുക്കുന്നു, പിന്നീട് അത് തേഞ്ഞുമാഞ്ഞു പോകുന്ന രീതിയാണ്. പലയിടത്തും നടപടികളിലോട്ടോ ശിക്ഷയിലോട്ടോ ഇതെത്തുന്നില്ല. അപ്പോൾ അത് ഇത്തരം പ്രവൃത്തികൾക്ക് കൂടുതലൊരു സംരക്ഷണം നൽകുന്ന രീതിയിലോട്ട് മാറില്ലേ? അല്ല, കേരളത്തിലാണെങ്കിൽ ആക്രമിക്കപ്പെടുന്നവർക്കെതിരെ കേസെടുക്കുന്നത്. ആറ്റുചാലച്ചനെതിരെ കേസുണ്ട്, പാലാ ബിഷപ്പിനെതിരെ കേസുണ്ട്, മറ്റവർക്കെതിരെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ആക്രമിക്കപ്പെടുന്നവർക്കെതിരെയാണ് കേസ്, മറ്റവർക്കെതിരെ കേസില്ല. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും. പാലാ ബിഷപ്പിൻ്റെ എതിരെയുള്ള കേസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പഠിച്ചിട്ട് അന്വേഷിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ജയിലിലായിരുന്നില്ല ആക്രമിക്കപ്പെട്ട കന്യാസ്ത്രീകൾ. അത് ആരെങ്കിലും ഇത് എങ്ങനെയായാലും ഞാനിവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ചോദിച്ചോ. അതാ മിനിസ്റ്റർ പോയിരിക്കുന്നു. മിനിസ്റ്റർ ചോദ്യത്തിന് മറുപടി പറയാതെ പോയിരിക്കുന്നു. ഞാനിവിടെ ഇരിക്കാൻ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ മറുപടി പറയാൻ എന്നെ കൊണ്ട് പറ്റിയല്ല. മാധ്യമങ്ങളെ എതിർക്കേണ്ട സമയത്ത് എതിർക്കും. പേടിച്ചു പോയി. ഇദ്ദേഹം ചോദിച്ചിട്ട് ഞാൻ പേടിച്ചു പോയി. ഞാൻ ചിരിച്ചുകൊണ്ടല്ലേ ഇത്രയും നേരം സംസാരിച്ചത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് ചോദിക്കാനും പറയാനും പറ്റുന്നില്ല? അത് തെറ്റിപ്പോയി. നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങളൊക്കെ ചാനൽ കണ്ടാണ്. ഈ ചാനലും കൊണ്ട് നടന്നാൽ പലത് കാണുകയും കൂടെ ചെയ്യണം. നിങ്ങളുടെ ചാനൽ എന്താണ് കാണിച്ചത്, കുറച്ചു മുമ്പേ കാണിച്ചതെന്ന് നിങ്ങൾ നോക്കിയിരുന്നെങ്കിൽ ഈ അവസ്ഥ പറ്റില്ലായിരുന്നു. ഞങ്ങൾ ചോദിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. അങ്ങ് ഈ രാജ്യത്തെ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയാണ്. അല്ല, ആദ്യം ചോദിച്ചത് അല്ലല്ല, മന്ത്രിയാണ്. അപ്പൊ രാജ്യത്താകമാനം ഒരു പ്രധാനപ്പെട്ട ഉത്സവം നടക്കുമ്പോൾ ഈ ആകമാനത്തിൽ കേരളം ഇല്ല. ആകമാനത്തിൽ കേരളം ഇല്ല. കേരളം ഉണ്ടല്ലോ. കേരളത്തിൽ പാലക്കാട് സംഭവങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ചാരുമൂടില്ല. മിനിസ്റ്റർ ശരിക്കും ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത്? അയ്യോ, എന്നെ പറഞ്ഞു തന്നാ മതി. ഉത്തരവാദിത്തമുള്ള ഒരാളല്ലേ? അല്ല, പറഞ്ഞു തന്നാ മതി. ഞാൻ പറയാതെ പോലെ അങ്ങയുടെ ഒരു മറുപടിക്ക് വേണ്ടി അല്ല, ഇത് പറഞ്ഞു തന്നാ ഞാൻ പറയാം. അയ്യോ, അങ്ങനെ അത്ര വലിയ അല്ലല്ല, ഞാൻ പറഞ്ഞ ആളുകൾ വളരെ അല്ലല്ല, ഞാൻ ഗൗരവമായിട്ട് അല്ലെന്ന ഈ തെറ്റ് അല്ല. ഒന്നാമത് ചാനലുകാർ ദൈവത്തെ ഓർത്ത് ഈ നിങ്ങളുടെ മാധ്യമപ്രവർത്തകരോട് പറയാണ്, നിങ്ങൾ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനല് അല്ലല്ല, അതൊന്നും പഠിക്കണ്ട. നിങ്ങളുടെ ചാനല് കാണിക്കുന്നതെന്ന് കണ്ടാൽ മതി. നിങ്ങളുടെ ചാനല് കാണിക്കുന്നത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിങ്ങളുടെ മാതൃഭൂമി ഇന്ന് രാവിലെ കാണിച്ചു ശ്രീലേഖയുടെ ഓഫീസ് എങ്ങനെയാണെന്ന്, ഇല്ലേ? അത് നിങ്ങൾ കണ്ടില്ല. അതുകൊണ്ടാണ് ചോദിച്ച ചോദ്യം എങ്ങനെയാണ് അത് സ്ത്രീവിരുദ്ധമാകുന്നത്, സ്ത്രീക്കെതിരെയുള്ള അതിക്രമമാകുന്നതെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതിക്രമം ഞാൻ പറഞ്ഞില്ലല്ലോ. അതിക്രമം ഞാൻ പറഞ്ഞില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള നിങ്ങൾ സ്ത്രീവിരുദ്ധമാണെന്നാ പറഞ്ഞത്. കാരണം അത് കാണാതെ അടിസ്ഥാനരഹിതമായിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ആളുടെ റൂമിൽ കൂടെ അയാളിരിക്കുന്ന സ്ഥലത്തുകൂടെ ഒരു സ്ത്രീ വേറൊരു മുറിയിലേക്ക് കയറിപ്പോകുന്നത് സ്ത്രീകളെ തുല്യമല്ല എന്ന് ഞാൻ പറയുന്നു. അതിനെ നിങ്ങൾക്ക് എതിർക്കാം. എതിർത്തോളൂ.
എനിക്ക് അതിൻ്റെ അകത്ത് വിരോധമൊന്നുമില്ല. ശരി മിസ്റ്റർ. ഓക്കെ.